ബ്രോ അടിപൊളി പോയി. പാപ്പം തൂക്കിയോ? പിന്നില് തൂക്കിയില്ലയോ? എന്താ ഏറ്റവും Scene. ഇഷ്ടപ്പെടുന്ന അടിപൊളി. എല്ലാ ക്യാരക്ടറും അടിപൊളി. എല്ലാത്തിനും അതിൻ്റെതായ ഒരു മൂഡുണ്ടല്ലോ. ഇത് വേറൊരു മൂഡിലുള്ള മൂവിയല്ലേ. എന്തായാലും എനിക്ക് നല്ലതായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ആ മ്യൂസിക്കും എല്ലാം കൂടി വരുമ്പോൾ വേറൊരു മൂഡായിരുന്നു. പടം മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു പടം തന്നെയാണ്. കാരണം അത്രയധികം അടുത്ത കാലത്ത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളൊരു പടമാണ്. പിന്നെ ഓരോ ഡയലോഗ്സും അതിൻ്റെ കൗണ്ടർ ഡയലോഗ്സ് ആണെങ്കിലും ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും പല പല കാലഘട്ടങ്ങളിലൂടെ വരുന്നുണ്ട്. അപ്പം ആ ഓരോ കാലഘട്ടങ്ങളിലും അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഷാജി പാപ്പൻ്റെ പരിവാരങ്ങളും അതേപോലെ തന്നെ ധർമ്മജൻ ചേട്ടൻ ചെയ്ത ക്യാപ്റ്റൻ എന്നുള്ള ക്യാരക്ടറും എല്ലാം സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണുക. നമ്മൾ കുറേ നാൾ കാത്തിരുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ അതൊരു ടൈം ട്രാവലർ മൂവിയൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാരെങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് പരീക്ഷണം ഇത്ര കൂടിയാണ്. ആൾക്കാർ കണക്റ്റ് ആകണം. ഓ ഇനി ഇത് പൊട്ടോന്നായിരിക്കും. ലോണ്ടാ കൂമ്പലൊക്കെ നോക്കടാ. നിന്റെ കൂമ്പലടാ ആ വാഴയുടെ കൂമ്പ്. എന്റെ ഹൈ റേഞ്ച് വന്നിട്ട് എന്റെ പിള്ളേരെ പേടിപ്പിക്കുന്നോടാ നാറികളെ. ഈ രഞ്ജി പണിക്കർ സാറിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നത്. ഞാൻ കോമഡി ഉത്സവത്തിൽ വന്ന് ഉപ്പുമുളകിൽ അഭിനയിച്ച് സിനിമ ഡബിങ് കാര്യങ്ങളൊക്കെ. അപ്പം ആട് 2 ഒരിക്കലും രഞ്ജി പണിക്കർ സാറിന്റെ സീനില്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ 3 വന്നു കഴിഞ്ഞപ്പോൾ ആ സീൻ്റെ ആ മാസ് സീൻ എനിക്ക് ഈ ആട് 3 ഏറ്റവും ഇഷ്ടപ്പെട്ടത് രഞ്ജി പണിക്കർ സാറിന്റെ സീനാണ്. കാരണം വെച്ചാൽ രഞ്ജി പണിക്കർ സാറിന്റെ സൗണ്ട് എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തത്. അതുകൊണ്ട് വളരെയധികം എല്ലാവരും ഈ പടം വന്ന് കാണണം, വിജയിപ്പിക്കണം. ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലല്ലേ സിനിമ? കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സിനിമ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? അതെ 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 അതെ. ആട് 2 ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ എല്ലാവരും നല്ല രീതിയിലാണ് അത് സ്വീകരിച്ചത്. അപ്പോൾ ആട് 3 വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് സിനിമ വീണ്ടും വരുന്നത്. അപ്പോഴും എല്ലാ ആൾക്കാരും അതേപോലെ തന്നെ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിച്ചത്. ഇനി ബാക്കി ഷോസ് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരുടെ എങ്ങനെയാണ് എന്തായാലും കൂടെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ വട്ടം പാപ്പനെ തേക്ക ഒരു അവസരം കിട്ടി. ആ അവസരം കിട്ടിയില്ലേ? എന്താ എങ്ങനെയുണ്ടായിരുന്നു? രണ്ടാമത്തെ തേക്കേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. ഞാനും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നതെന്ന്. എന്തായാലും സെക്കൻഡ് പാർട്ടിൽ നിന്ന് തേർഡ് പാർട്ടിലേക്ക് വരും എന്നുള്ളതും ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. തേർഡ് പാർട്ടിലേക്ക് മിഥുൻ ചേട്ടനും വിജയ് ബാബു ചേട്ടനും വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം, ഒത്തിരി പേര് അതിൽ ആർട്ടിസ്റ്റുകളുണ്ട്, വലിയൊരു ക്രൂ ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ആ ഒരു ക്യാരക്ടർ കുഴപ്പമില്ലാതെ ചെയ്തെന്ന് വിശ്വസിക്കും. പാസ്റ്റിലും പാപ്പനെ തേക്കാൻ കാണും അതൊന്നും അറിയില്ല. അതെല്ലാം ഇനി മിഥുൻ ചേട്ടനെ അറിയുള്ളൂ. ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ് എല്ലാം. മൂവി എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. നല്ല ഈ ടൈം ലൈൻ്റെ സംഭവമൊക്കെ നൈസായിരുന്നു. നല്ല കോമഡി ഉണ്ടായിരുന്നു, ഫൈറ്റ് ഉണ്ടായിരുന്നു, എല്ലാം നൈസായിരുന്നു. എല്ലാം നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഡ്യൂഡും എല്ലാം ക്യാരക്ടറും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റിംഗ്. ക്യാരക്ടർ ഏതാ ഈ പാട്ട് തന്നെ? ഷാജി പാപ്പൻ. എന്താ പ്രേക്ഷകർ എന്താ പറയുന്നത്? നല്ല ഫൈറ്റ് സീനുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ടൈം ലൈൻ നൈസായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു സിനിമ. അടുത്ത പാട്ട് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. പാട്ട് 3 ഒരു ലീഡ് ഇട്ടാണ്. ആ ലീഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ട് 2 ഒരു ലീഡ് ഇട്ടാണ്. ലീഡ് എന്ന് വെച്ചപ്പോഴത്തേക്കും ലാസ്റ്റ് പാർട്ട് 2 എൻഡിങ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ ഇത് തോന്നിയില്ല. പക്ഷേ സിനിമ ഓവറോൾ നൈസായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. വലിയ കണക്ഷൻ വരെ വലിയ തോന്നിയില്ല, പക്ഷെ നൈസായിരുന്നു. ചേസിങ് ഒക്കെ ഉണ്ടായി? ചേസിങ് സീനൊക്കെ ഉണ്ടായിരുന്നില്ലേ? ചേസിങ് നല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത് എനിക്ക് വലിയതായിട്ടും തോന്നിയില്ല, നൈസായിരുന്നു. കോമഡി ഒക്കെ വർക്കൗട്ടായോ? കോമഡി കുഴപ്പമില്ലായിരുന്നു, നമ്മൾ വർക്കൗട്ട് ആവും. നൈസ് കോമഡി ആയിരുന്നു.